റീൽ ത്രൂ സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ് പഠിക്കാതിലേക്ക് നാലാമത്തെ വീഡിയോ ആണ്. ഇന്ന് നമുക്ക് പ്രാക്ടിക്കൽ വീഡിയോ ആണ്. നമ്മൾ നോക്കാൻ പോകുന്നത് എങ്ങനെ ഒരു ബിസിനസ് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുക, അതുപോലെ എങ്ങനെ ആഡ് അക്കൗണ്ട് പേജ് ചെയ്യാനാണ്. അപ്പോൾ ബിസിനസ് മാനേജർ അണ്ടറിൽ നമ്മുടെ പ്രൊഫൈൽ ഉണ്ട്. പ്രൊഫൈൽ അണ്ടറിലാണ് നമ്മൾ ആഡ് അക്കൗണ്ട് പേജസ്, പേയ്മെന്റ് മെത്തേഡ്, അതേപോലെ നമ്മുടെ വാട്സ്ആപ്പ് ഇൻസ്റ്റ നമുക്ക് കണക്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇതൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. അപ്പോൾ ജസ്റ്റ് തിയറി മാത്രം നിങ്ങൾക്ക് ഒന്ന് മനസ്സിലായിട്ടാണ് അറിയാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതെങ്ങനെ ലൈവ് ആയിട്ട് ക്രിയേറ്റ് ചെയ്യാം, എങ്ങനെ ഒരു ക്യാമ്പയിൻ ക്രിയേറ്റ് ചെയ്യാം, അതിന്റെ അണ്ടറിൽ എങ്ങനെ ആഡ്സ് ക്രിയേറ്റ് ചെയ്യാം, എങ്ങനെ അതിന്റെ ആഡ് ക്രിയേറ്റ് ചെയ്തൊക്കെ നമുക്ക് നോക്കാം. അത് എല്ലാവർക്കും അറിയുന്നത് നമ്മൾ നേരെ facebook.com പോവുക. അവിടെ നിങ്ങളുടെ യൂസർ നെയിം പാസ്വേഡ് അടിച്ച് നിങ്ങൾ എന്ത് ചെയ്യാം, നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് ലോഗിൻ ചെയ്യാം. വൺസ് നമ്മൾ ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യുക, business.facebook.com എന്ത് ചെയ്യുക, ഡയറക്റ്റ് നമ്മൾ പോവാം. എന്നുവെച്ചാൽ നമ്മൾ URL സെർച്ച് ചെയ്യുക, അല്ലെങ്കിൽ ഗൂഗിൾ സെർച്ച് ചെയ്താലും കിട്ടും. നെക്സ്റ്റ് എന്ത് ചെയ്യുന്നത്, ഒന്നെങ്കിൽ നിങ്ങൾക്ക് ഓട്ടോമാറ്റിക് ഒരു ബിസിനസ് അക്കൗണ്ട് ഉണ്ടെങ്കിൽ ഓട്ടോമാറ്റിക് ലോഗിൻ ആവും. ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫേസ്ബുക്കിന്റെ യൂസർ നെയിം പാസ്വേഡ് അവിടെ കൊടുക്കുക. നിങ്ങൾക്ക് ആ ബിസിനസ് പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ കിട്ടിയിട്ടാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ, ഇവിടെ ലെഫ്റ്റ് സൈഡിൽ വന്നു കഴിഞ്ഞാൽ ഇവിടെ ക്രിയേറ്റ് എ ബിസിനസ് പോർട്ട്ഫോളിയോ എന്നൊരു സെക്ഷൻ ഉണ്ട്. അത് ക്ലിക്ക് ചെയ്ത് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ഒരു പുതിയ ബിസിനസ് ക്രിയേറ്റ് ചെയ്യാം. ഓക്കെ, എങ്ങനെ പുതിയ ബിസിനസ് ക്രിയേറ്റ് ചെയ്യാൻ നോക്കാം. ഞാൻ ഇവിടെ ഇപ്പോൾ ഒരു പുതിയ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാണ്. മാർക്കറ്റിംഗ് സ്കൂൾ ജസ്റ്റ് ഒരു ഡെമോ ആയിട്ട് ഒന്ന് ക്രിയേറ്റ് ചെയ്യാണ്. ജസ്റ്റ് എൻ്റെ നെയിം കൊടുത്തു, എൻ്റെ ഇമെയിൽ ഞാൻ കൊടുത്തു. ഓക്കെ, ജസ്റ്റ് ഞാൻ ക്രിയേറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്തു. ഓക്കെ, ഇത് ജസ്റ്റ് സ്കിപ്പ് അടിച്ച് പോവുക, എന്നിട്ട് സ്കിപ്പ് അടിച്ച് മൊത്തത്തിൽ സ്കിപ്പ് അടിച്ച് ജസ്റ്റ് കൺഫേം ചെയ്യാം. ഓക്കെ, ഇപ്പം എന്താ, ഇപ്പോൾ ഒരു പുതിയ ബിസിനസിന്റെ ആയി നമുക്ക് വേണ്ടിയിട്ട് ക്രിയേറ്റ് ചെയ്യും. നെക്സ്റ്റ് നമ്മൾ ചെയ്യേണ്ടത് എന്താ വെച്ചാൽ നേരെ സ്വിച്ച് ടു ബിസിനസ് പോർട്ട്ഫോളിയോ കൊടുക്കുക. ഇതിപ്പോൾ നമുക്ക് കാണിക്കുന്നത് റെഗുലർ ആയി നോർമൽ സ്ക്രീനാണ്. സ്വിച്ച് ടു ബിസിനസ് പോർട്ട്ഫോളിയോ കൊടുക്കുക, വിസിറ്റ് സെറ്റിംഗ്സ് കൊടുക്കുക. ഓക്കെ, ഇപ്പൊ നമ്മൾ എത്തിയിരിക്കുന്ന ഏരിയ നമ്മുടെ ബിസിനസ് മാനേജറിന്റെ ഫുൾ ആയിട്ടുള്ള സെറ്റിംഗ്സ് കാണുന്ന സെക്ഷനിലാണ് ഉണ്ടാവുക. അത് കൺഫേം ചെയ്യാൻ എന്താണെന്ന് നിങ്ങൾ ലെഫ്റ്റ് പാനലിൽ നോക്കിയാൽ മതി. അപ്പോൾ യൂസേഴ്സിന്റെ അണ്ടറിൽ പീപ്പിൾ, പാർട്ണർ, സിസ്റ്റം യൂസർ ഉണ്ടാവും. അക്കൗണ്ട്സിന്റെ അണ്ടറിൽ നിന്ന് പേജ്, ആഡ് അക്കൗണ്ട്, ബിസിനസ് അസറ്റ്, ഗ്രൂപ്പ് ഇതൊക്കെ ഉണ്ടാവും. അപ്പോൾ ഇത് നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മൾ ആദ്യം ഒരു പേജ് ക്രിയേറ്റ് ചെയ്യണം. അത് കഴിഞ്ഞിട്ട് ആഡ് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യണം. അത് എന്തിനാ ചെയ്യുന്നത് വെച്ചാൽ ഓൾറെഡി പറഞ്ഞു, നമുക്ക് ആഡ് അക്കൗണ്ട് വേണം, ഒരു പേജ് വേണം, പിന്നെ പേയ്മെന്റ് മെത്തേഡ്, അതേപോലെ വാട്സ്ആപ്പ് ഇൻറ്റഗ്രേഷൻ. അത് നമ്മൾ പിന്നെ നോക്കാം. ഫസ്റ്റ് നമുക്ക് എന്ത് ചെയ്യാം, ആഡ് അക്കൗണ്ട് പേജ് ക്രിയേറ്റ് ചെയ്യാം. അതിനുവേണ്ടി നമ്മൾ എന്ത് ചെയ്യുക, ആദ്യം പേജ് സെക്ഷനിൽ പോവാം, ആഡ് കൊടുക്കുക, ക്രിയേറ്റ് ന്യൂ ഫേസ്ബുക്ക് പേജ് കൊടുക്കാം. പേജിന്റെ നെയിം കൊടുക്കാം. ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് എന്താണോ നെയിം വേണ്ടത് അത് കൊടുക്കാം. കാറ്റഗറി കൊടുക്കാം. ബയോ ഓപ്ഷനിലാണ്, അത് വേണമെന്നില്ല. ഓക്കെ, ഇനിയിപ്പോൾ യുവർ മാർക്കറ്റിംഗ് സ്കൂൾ എന്നുള്ള ഇവിടെ നിങ്ങളുടെ ബിസിനസ് പോർട്ട്ഫോളിയോ, നിങ്ങൾ ഫസ്റ്റ് ചെയ്ത ബിസിനസ് പോർട്ട്ഫോളിയോയിലേക്ക് ഈ പേജ് ലിങ്ക് ചെയ്യണം നോക്കുന്നത്. അപ്പോൾ യെസ് അതേ രീതിയിൽ കൊടുക്കാം. അവിടെ വേറെ ഓപ്ഷൻ ഒന്നുമില്ല, അത് ഓട്ടോമാറ്റിക് വരും. ജസ്റ്റ് ക്രിയേറ്റ് പേജ് കൊടുക്കാം. ഓക്കെ, ഇപ്പോൾ നമ്മുടെ പേജ് പേജ് ക്രിയേറ്റ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് കൺഫേം ചെയ്യാൻ ജസ്റ്റ് ഇവിടെ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് കാണാം മാർക്കറ്റിംഗ് സ്കൂൾ എന്നുള്ള ഒരു പേജ് ഞാൻ ക്രിയേറ്റ് ചെയ്തു. ഇപ്പോൾ നിങ്ങളുടെ ബിസിനസ് ABC കൺസ്ട്രക്ഷൻ ആണെങ്കിൽ നിങ്ങൾ ABC കൺസ്ട്രക്ഷൻ പേജ് ക്രിയേറ്റ് ചെയ്യാം. ആ രീതിയിൽ പോകാം നിങ്ങളുടെ സ്വന്തം ആവശ്യത്തിന് വേണ്ടിയിട്ട്. ഇനിയിപ്പോൾ നമുക്ക് പേജ് റെഡി ആയി. ഇനിയിപ്പോൾ നമുക്ക് രണ്ടാമത് വേണ്ടത് എന്താ, നമ്മൾ ഓൾറെഡി പറഞ്ഞ പോലെ പേജ് ആയി. നമുക്ക് വേണ്ടത് എന്താ, ആഡ് അക്കൗണ്ട് വേണ്ടത്. അപ്പോൾ ആഡ് അക്കൗണ്ട് എങ്ങനെ ചെയ്യാൻ നോക്കാം. ആഡ് അക്കൗണ്ട് തന്നെ പേജിന്റെ താഴെ ആഡ് അക്കൗണ്ട് എന്നൊരു സെക്ഷൻ ഉണ്ട്. അവിടെ വരിക. ഇവിടെ ഒന്നെങ്കിൽ മോഡ് ആഡ് ഉണ്ടാവും, അല്ലെങ്കിൽ ഇവിടെ ആഡ് എന്നുള്ള ബട്ടൺ ഉണ്ടാവും. അത് ക്ലിക്ക് ചെയ്യുക, ക്രിയേറ്റ് ന്യൂ ആഡ് അക്കൗണ്ട് കൊടുക്കുക. നിങ്ങൾക്ക് ഓൾറെഡി ഒരു ആഡ് അക്കൗണ്ട് ഉണ്ടെങ്കിൽ അത് കണക്ട് ചെയ്യുക. നിങ്ങളുടെ കേസിൽ പുതിയതായിരിക്കും, അപ്പോൾ പുതിയത് ക്രിയേറ്റ് ചെയ്യുക. ആഡ് അക്കൗണ്ടിന് നെയിം കൊടുക്കാം. ഞാനെല്ലാം എൻ്റെ ബിസിനസിന്റെ നെയിം തന്നെയാണ് കൊടുക്കുന്നത്. ടൈം ഏതാണെന്ന് കൊടുക്കാം. ഞാൻ ഇന്ത്യയിലാണ്, അപ്പോൾ ഞാൻ ഇന്ത്യൻ ടൈം കൊടുക്കുകയാണ്. കറൻസി INR ആണ്, ഇന്ത്യയിലായുള്ള INR കൊടുക്കുക. നെക്സ്റ്റ് കൊടുക്കുക. ഇത് നിങ്ങളുടെ ബിസിനസ് ആണോ അല്ലെങ്കിൽ ക്ലയന്റിനോട് ചെയ്യാൻ നോക്കുക. അത് പ്രിഫർ ആയിട്ട് കൊടുക്കുക. ഏതാണെന്ന് വെച്ചാൽ ജസ്റ്റ് എഗ്രി കൊടുക്കുക, വേറെ ഒന്നും നോക്കാനില്ല. ക്രിയേറ്റ് ആഡ് അക്കൗണ്ട് കൊടുക്കുക. ആഡ് പേയ്മെന്റ് ഇൻഫോ നിങ്ങൾക്ക് എവിടെയും കൊടുക്കുക, അല്ലെങ്കിൽ നിങ്ങൾ ആഡ് ചെയ്യുന്ന സമയത്ത് കൊടുക്കുക. ജസ്റ്റ് ഡൺ കൊടുക്കുക. ഓക്കെ, ഇപ്പോൾ നമുക്ക് ആഡ് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാം, അതേപോലെ ഫേസ്ബുക്ക് പേജ് ക്രിയേറ്റ് ചെയ്യും. അപ്പോൾ എന്തായാലും നമുക്ക് ആവശ്യമുള്ള ആഡ് അക്കൗണ്ട് റെഡിയായി, പേജ് റെഡിയായി. എങ്ങനെ ഒരു പേജ് വെച്ചിട്ട് നമുക്ക് എങ്ങനെ ആഡ് റൺ ചെയ്യാം നമുക്ക് നെക്സ്റ്റ് ക്ലാസ് നോക്കാം. അപ്പോൾ ഇന്ന് നമ്മളൊരു പേജ് ക്രിയേറ്റ് ചെയ്തു, അതേപോലെ ആഡ് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തു. ഫേസ്ബുക്കിൽ എങ്ങനെ ലോഗിൻ ചെയ്യാന്ന് മനസ്സിലായി, ഫേസ്ബുക്കിൽ എങ്ങനെ ബിസിനസ് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാന്ന് മനസ്സിലായി. ബാക്കി നമുക്ക് എങ്ങനെ ആഡ് ക്രിയേറ്റ് ചെയ്യുന്നത് നാളെ വീഡിയോയിൽ കാണാം. ബൈ.